4 കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അല്ലാഹുവിനോട് കാവൽ തേടുക. ഒന്നാമത്തേത് ജഹദുൽ ബലാൽ, കടുത്ത പരീക്ഷണമാണ്. രണ്ടാമത്തേത് ദുർഖുൽ, കനത്ത ദുരിതമാണ്. മൂന്നാമത്തേത് സൂഉൽ ഖലാ, അല്ലാഹുവിന്റെ വിനാശവിധിയാണ്. നാലാമത്തേതോ വസമാഅത്തുൽ അഅദാ, അല്ലാഹുവിന്റെ ഏതെങ്കിലും ഒരു വിധി വരുമ്പോൾ നമ്മുടെ ദുരിതങ്ങളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വേദനകളും നമ്മുടെ യാതനകളും നമ്മുടെ സാമ്പത്തികമായ പ്രതിസന്ധികളും ശാരീരികമായ നമ്മുടെ വേദനകളും മാനസികമായ വ്യഥകളും നമ്മുടെ ഹൃദയത്തിന്റെ മുറിവുകളും കാണുമ്പോൾ കൂടപ്പിറപ്പുകള്, സഹോദരങ്ങൾ, അയൽവാസികൾ, നാട്ടുകാര്, വീട്ടുകാര്, കുടുംബക്കാര് ഇവരെല്ലാം ചിരിക്കുന്നൊരു സാഹചര്യം വരുത്താറ് നിങ്ങളെ കാക്കണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, വളരെ സുദീർഘമായ വിശദീകരണങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഹദീസ അല്ലാഹുവിന്റെ റസൂൽ ആദ്യവും രണ്ടാമതായും പറഞ്ഞത് ഞാൻ ഒരുമിച്ച് പറയുകയാണ്. കടുത്ത പരീക്ഷണവും കനത്ത ദുരിതവും നമുക്ക് വരിക എന്ന് പറഞ്ഞാൽ, ചില ആളുകൾക്ക് അല്ലാഹു ഏതെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പരീക്ഷണം വരുന്ന സന്ദർഭത്തിൽ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു വാക്കുണ്ട്. എന്താണെന്നറിയോ? അല്ലാഹുവേ, ഞാനങ്ങ് മരിച്ചിരുന്നെങ്കിലല്ല, ഞാനങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ തമ്പുരാനെ, സഹിക്കാൻ പറ്റാത്ത ശരീരത്തിന്റെ വേദനകളാണ്, സഹിക്കാൻ പറ്റാത്ത ശാരീരികമായ വേദനകളാണ് എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. കഠിനമായ ക്യാൻസർ രോഗം പിടിപെടുമ്പോൾ, വല്ലാത്ത ദുരിതം പിടിപെടുമ്പോൾ, ട്യൂമർ ബാധിച്ചിട്ട് നമ്മുടെ രോഗം നമ്മളെ കാർന്നു തിന്നുമ്പോൾ, ഷുഗർ ബാധിച്ചിട്ട് കണ്ണ് കാണാൻ കഴിയാറ്, ഒരു നല്ല ഭക്ഷണം കഴിക്കാൻ കഴിയാറ്, അതല്ലെങ്കിൽ ശരീരത്തിൽ വന്ന ഏതെങ്കിലും ഒരു രോഗത്തിന്റെ പേരിൽ കിടക്കാനും ഇരിക്കാനും നിൽക്കാനും നടക്കാനും കഴിയാറ് സങ്കടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാകുമല്ലോ, അല്ലാഹുവേ, എന്തോ ഒരു പരീക്ഷണമാണ്, ഒന്നും മരിച്ചിരുന്നെങ്കിൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചു പോകുമല്ലോ. ഇട്ടുമൂടാനുള്ള കടബാധ നമ്മളെ തലയ്ക്ക് മീതെ വരുമ്പോൾ, കടം നമ്മളെ വല്ലാതെ വരിഞ്ഞങ്ങ് നിറുത്തുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, പടച്ചവനെ, ഒന്നും മരിച്ചിരുന്നെങ്കിൽ കൊള്ളാമെന്ന്. മനസ്സ് തളർന്നു പോകുന്ന സന്ദർഭം വരുമ്പോൾ, മനസ്സിനെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വ്യഥകളും ഹൃദയവുമായി കഴിയുമ്പോൾ, ആ സമയത്തൊക്കെ നമ്മൾ അറിയാതെ പറഞ്ഞു പോകാറുണ്ട്, പടച്ചവനെ, മരിച്ചു പോയിരുന്നെങ്കിലും. ഇത് ജീവിതത്തിൽ അഭിമുഖീകരിക്കാത്തവർ നന്നേ ചുരുക്കമാണല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് ആദ്യവും രണ്ടാമതായിട്ട് പറഞ്ഞ ജഹദുൽ ബലാഉം ദുർഖുശഖാഉം എന്ന് പറഞ്ഞാൽ അല്ലാഹു തരുന്ന കടുത്ത പരീക്ഷണങ്ങള്, കനത്ത ദുരിതമുണ്ടല്ലോ. ആ ദുരിതം എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കിന്നേ വരെ വന്നിട്ടില്ല. എത്ര പ്രയാസം വന്നാലും അതിനേക്കാൾ പ്രയാസം അനുഭവിക്കുന്നവർ നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലെ കടന്നു പോയിട്ടുണ്ട്. അതുപോലത്തെ ഒരു മഹരിയ ഖുർആൻ പരിചയപ്പെടുത്തുകയാ. ഞാൻ പറഞ്ഞ അതേ ഭാഷയിൽ മരണത്തെ കുറിച്ച് പോയൊരു വനിതയുണ്ട്. ആരെന്നറിയോ? ദമാസ്ക് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയുടെ പരിചാരികയായിരുന്ന, മസ്ജിദുൽ അഖ്സയിൽ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ഇസ്രായേലുകൾ തടഞ്ഞു വെച്ചിരിക്കുന്ന ബൈത്തുൽ മുഖദ്ദസ് ഉണ്ടല്ലോ, ആ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിചാരികയായിരുന്ന അവിടുത്തെ ഇമാമായ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ മകളായ ബീവി മറിയം ബീവി റളിയല്ലാഹു തആല അൻഹാ, മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ പള്ളിയുടെ കിഴക്ക് ഭാഗത്തേക്ക് മാറിയിട്ട് ധ്യാന നിമഗ്നയായിരിക്കുന്ന സമയത്ത്, അല്ലാഹുവിന് വേണ്ടിയിട്ട് സർവ്വതും സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതാ ജിബ്രീൽ മാലാഖ കടന്നു വരികയാ. ജിബ്രീൽ മാലാഖ കടന്നു വന്നിട്ട് മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ദിവ്യഗർഭം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആ സമയത്ത് അവർ ഗർഭിണിയാവുകയാ. ആ സമയത്ത് ആളുകൾ പറയാൻ തുടങ്ങി, മറിയമേ, നിനക്ക് എന്ത് പറ്റി? നിന്റെ വാപ്പ ഇങ്ങനത്തെ ആളല്ലായിരുന്നല്ലോ, നിന്റെ ഉമ്മ ഇങ്ങനത്തെ ആളല്ലായിരുന്നല്ലോ, നിന്റെ സഹോദരങ്ങൾ ഇങ്ങനെ സ്വഭാവദൂഷ്യമുള്ളവരല്ലല്ലോ, നിനക്ക് എവിടെന്നാണ് ഗർഭം? പറപ്പെണ്ണേ മറിയമേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്ഷേപിക്കാൻ തുടങ്ങിയപ്പോൾ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയെ പടച്ചതമ്പുരാനെ പരീക്ഷിക്കുകയാ. കാരണം തീ തൊടാത്ത തങ്കത്തിന് തിളക്കമില്ലല്ലോ, കഴുത്തിൽ ചോടുന്ന മാല, കയ്യിലണിയുന്ന വളകള്, ഇതെല്ലാം തീയിൽ കാച്ചിയെടുത്ത സ്വർണത്തിന്റെ മനോഹാരിത കാത്തു സൂക്ഷിക്കുന്നതാണല്ലോ. ഏതെങ്കിലും പെർഫ്യൂം ഷോപ്പിലേക്ക് കടന്നു പോയാൽ ചില്ലുകൂട്ടിൽ ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്ന ഊതിന്റെ തടികളുണ്ടല്ലോ, 1 കിലോ 10
10 ലക്ഷം രൂപ വിലയുള്ള തടികളുണ്ട്, 1 കിലോയ്ക്ക് 1 ലക്ഷം രൂപ വിലയുള്ള തടികളുണ്ട്. അതെല്ലാം എടുത്ത് മണത്തു നോക്കിയാൽ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന തെങ്ങിന്റെയും പ്ലാവിന്റെയും മാവിന്റെയും മണം തന്നെയാണ്, മണം വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അതിലേക്ക് നമ്മൾ അല്പം തീയൊന്ന് കൊടുത്തു നോക്കണം, അതിലേക്ക് തീയൊന്ന് കൊളുത്തി വെച്ച് നോക്കിയാലാണ് അതിന്റെ മണമറിയുക. അതിന് വേദനിച്ചപ്പോഴാണ് അതിന്റെ തനിക്കുണം പുറത്തേക്ക് വന്നത്. പരീക്ഷണങ്ങൾ അല്ലാഹു തരുന്നത് നമ്മുടെ ഈമാന്റെ മാറ്റുകൂട്ടാനാ. ആ പരീക്ഷണങ്ങൾ അല്ലാഹു തരുമ്പോൾ മറിയം ബീവിക്ക് വേണമെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് പടച്ചതമ്പുരാന് ഗർഭം കൊടുത്തിട്ട് അടുത്ത സെക്കൻഡിൽ പ്രസവിപ്പിക്കാൻ അല്ലാഹുവിന് കഴിവുണ്ടല്ലോ. ആളുകൾ മുഴുവനും സ്തുതിപാഠകരായേനെ, ആളുകൾ മുഴുവനും മദ്ഹ് പറഞ്ഞുകൊണ്ട് നടന്നേനെ. പക്ഷേ സാധാരണ ഈ പോത്തുംകോട്ടത്തെയും അതുപോലെ തന്നെ ഈ പൂലമ്പറയിലെയും പെണ്ണിനെ പോലെ പേറ്റുനോവ് അനുഭവിക്കുകയാ, മാസം തികഞ്ഞ് പ്രസവിക്കുകയാ. ആ പ്രസവിക്കുന്ന സമയത്താണ് പിന്നീട് ഈസാ നബി അലൈഹിസ്സലാം എന്ന പൊന്നുമോനെ വിളിച്ചു പറഞ്ഞത്, എന്റെ ഉമ്മയെ നിങ്ങൾ തള്ളിപ്പറയല്ലേ, എന്റെ ഉമ്മയെ നിങ്ങൾ ആക്ഷേപിക്കല്ലേ, വിമർശിക്കല്ലേ. പ്രിയപ്പെട്ട ഉമ്മ നിരപരാധിയാ. ജിബ്രീൽ എന്ന മാലാഖ ഗർഭം ധരിപ്പിച്ചതാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ. അതിലൂടെ ഞാൻ സന്താനമായി സന്തതിയായി ഞാൻ പിറന്നപ്പോൾ അല്ലാഹു എനിക്ക് നുബുവത്ത് തരുന്നതാണ്, ഹിക്മത്ത് തരുന്നതാ. തൊട്ടിലിൽ കിടന്നുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം സംസാരിച്ചെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഗർഭമുണ്ടായി. ആളുകൾ ആക്ഷേപത്തിന്റെ ശരങ്ങൾ എറിയുമ്പോ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ആ മസ്ജിദിന്റെ പരിശുദ്ധമായ ദമാസ്കസ്, ആ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയുടെ ബൈത്തുൽ മുഖദ്ദസിന്റെ ഓരത്തെ പള്ളിയുടെ ഓരത്ത് ഈന്തപ്പനയിൽ ചാരി ഇരുന്നു കൊണ്ടവര് പറഞ്ഞ വാക്കെന്തെന്നറിയോ? സൂറത്തുൽ മറിയമെടുത്ത് പരിശോധിച്ചാൽ അതിൽ വ്യക്തമായി കാണാം. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാ. മറിയം ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞുപോയി, യാ ലൈതനീ മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയാ. യാ ലൈതനീ മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയാ. പടച്ചവനെ, ആളുകൾ എന്നെ പറ്റി ആക്ഷേപത്തിന്റെ വാക്കുകൾ പറയുന്നതിന് മുമ്പ്, ആളുകളുടെ മുമ്പിൽ ഞാൻ നാണം കെട്ട് പ്രസവിക്കുന്നതിന് മുമ്പ്, അല്ലാഹുവേ ഞാനൊന്ന് മരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു തമ്പുരാനെ. വിശുദ്ധമായ ഖുർആൻ മരണത്തെ കുറിച്ച് ഒരു മഹദിയുടെ കഥ പറഞ്ഞു തരികയാ. അല്ലാഹു ഇടപെട്ടിട്ട് പറയുന്ന മറിയമേ, അല്ല, നീ ഇരിക്കുന്ന ഈന്തപ്പനമൊന്ന് പിടിച്ചു കൊടുക്കുമോ, നിലത്ത് വീഴുന്ന ഈന്തപ്പഴമൊന്ന് പറക്കി തിന്നുമോ, അരുവിയിൽ ചെന്ന് വെള്ളം കോരിയിട്ട് കുളിക്കുമോ, നിനക്ക് യാതൊരു ബുദ്ധിമുട്ടും വരില്ല, ഒരു പ്രയാസവും വരില്ല. ഇത് അള്ളാന്റെ വിശുദ്ധമായ ഖുർആനെ പരിചയപ്പെടുത്തിക്കൊണ്ട് മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ വാക്കു പിരിക്കുമ്പോ യാ ലൈതനീ മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയാ. പടച്ചവനെ, ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ, ഞാൻ വിസ്മരിക്കപ്പെട്ടവളായിരുന്നെങ്കിൽ, നസിയം മൻസിയ എന്ന് പറഞ്ഞാൽ കൃത്യം ഞാൻ വിസ്മരിക്കപ്പെട്ടവളായേനെ, കൃത്യം ഞാൻ വിസ്മരിക്കപ്പെട്ടവളായി മാറിയേനെ. ആളുകൾ എന്നെ പറ്റി ഒന്നും പറയാത്തൊരവസ്ഥയിലേക്ക് ഞാൻ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയേനെ. ഇതാരാണ് കൊടുത്തത്? ഈസാ നബിക്ക് ജന്മം നൽകിയ ബീവി മറിയമാണ് കൊടുത്തതെങ്കിൽ, സ്വർഗ്ഗസ്ത്രീകളുടെ നേതാവെന്ന് പിൽക്കാലത്ത് റസൂലുള്ള പഠിപ്പിച്ച മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പ്രാർത്ഥനയാണെങ്കിൽ, പ്രതിസന്ധികളും വിഷമങ്ങളും പ്രയാസങ്ങളും താങ്ങാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോ നമ്മൾ പറഞ്ഞു പോകും, പടച്ചവനെ ഒന്ന് മരിച്ചുപോയെങ്കിൽ, നമ്മളൊന്നും മരിച്ചുപോയെങ്കിൽ എന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞുപോയി. നിങ്ങൾ ആലോചിച്ചേ, വേണമെങ്കിൽ അല്ലാഹുവിന് 1/2 സെക്കൻഡ് കൊണ്ട് ഗർഭം ധരിപ്പിച്ചിട്ട്, 1/2 സെക്കൻഡ് കൊണ്ട് പ്രസവിപ്പിച്ചിട്ട്, 1/2 നിമിഷം കൊണ്ട് ഈസാ നബിയെ കൊണ്ട് പറയിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ. അല്ലാഹു ചെയ്യാത്തത് എന്താണ്? മറിയം ബീവിക്ക് പരീക്ഷണം അല്ലാഹു തആല കൊടുത്തു. ആ പരീക്ഷണം അങ്ങോട്ട് താങ്ങാൻ പറ്റാതെ വന്നപ്പോൾ മറിയം ബീവി പറഞ്ഞു, യാ ലൈതനീ മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയാ. പടച്ചോനെ, ഞാൻ അങ്ങ് മരിച്ചെങ്കിൽ, പ്രസവിക്കും മുമ്പ് ഞാൻ അങ്ങ് മരിച്ചെങ്കിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇത്രയും സ്വാലിഹത്തായ ഒരു പെണ്ണ്, ആ പെൺകുട്ടി ജനിക്കുന്നതിന് മുമ്പ് ഹന്നാ ബീവി എന്ന ഉമ്മ ഗർഭിണിയായ സമയത്ത് തന്നെ പ്രാർത്ഥിക്കുകയാണ്, എനിക്കൊരു മകനുണ്ടായാൽ ഞാൻ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നേർച്ച നേടുകയാ, എന്റെ മകനെ ഞാൻ പള്ളിയിലത്തേക്ക് വേണ്ടി നേർന്നു വിടുക. പക്ഷെ പ്രസവിച്ചപ്പോ ഒരു പെൺകുട്ടിയായി പോയി.
പക്ഷേ അവരുടെ ആഗ്രഹത്തിനപ്പുറത്ത് അല്ലാഹു അന്തേവാസിയായി പരിചാരികയായി സക്കരിയ നബിയുടെ സംരക്ഷണയിൽ കഴിയുന്നവരായി മറിയം ബീവിയെ പ്രായപൂർത്തിയെത്തുന്നത് വരെ മസ്ജിദുൽ അഖ്സയിൽ തന്നെ അല്ലാഹു തആല പാർപ്പിച്ചു. നല്ല അദബ് പഠിപ്പിച്ചു കൊടുത്തു. കൊച്ചാപ്പാണല്ലോ, ഉമ്മാടെ അനിയത്തി കെട്ടിയാക്കുന്ന ആളാ സക്കരിയ നബി അലൈഹിസ്സലാം. അങ്ങനെ സന്തോഷത്തോടുകൂടി കഴിയുന്നതിനിടയിലാണ് ഒന്ന് മാറി ഒറ്റക്കിരുന്ന്, ആ സമയമായപ്പോ ഒറ്റക്കിരിക്കേണ്ട പ്രായമായപ്പോ ഒറ്റക്കിരുന്നെങ്കിൽ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് മക്കാനൻ ശർഖിയ ഒരു കിഴക്ക് ഭാഗത്തേക്ക് മാറിയിട്ട് അവരിങ്ങനെ ഇബാദത്ത് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജിബ്രീൽ വരുന്നത്. കഥ അറിയല്ലോ, നിങ്ങൾ ആലോചിക്കണം. കഠിനമായ പരീക്ഷണങ്ങളുടെ നടുവിൽ അവർ ദുആ ചെയ്തു പോയി, പടച്ചവനെ ഞാനൊന്നും മരിച്ചെങ്കിലെന്ന്. ഖുർആൻ ആയത്തിറക്കിയിട്ട് പറഞ്ഞു അവർ നിരപരാധിയാണ്. ഇന്ന് മറിയം ബീവിയുടെ നിരപരാധിത്വം, മറിയം ബീവി റളിയല്ലാഹു അൻഹാ ഒരിക്കലും വ്യഭിചാരിണിയല്ല എന്ന് ലോകം മുഴുവനും വിളിച്ചു പറയാൻ. ശ്രദ്ധിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്ക്. മറിയം ബീവിയുടെ നിരപരാധിത്വം, ഭർത്താവില്ലാതെ ഗർഭിണിയായതിന് മറിയം ബീവി നിരപരാധിയാണ്, ദിവ്യ ഗർഭമാണ് എന്ന് ലോകത്ത് സകല ഫാസിസ്റ്റുകളും പറയുന്നുണ്ട്, ലോകത്ത് സർവ്വ നിരീശ്വരവാദികളും പറയുന്നുണ്ട്, ലോകത്ത് സർവ്വ തീവ്രവാദികളും പറയുന്നുണ്ട്, മിതവാദികളും പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ അവരെ ആദരിച്ചിട്ട് ഒരേ ഒരു സ്ത്രീയുടെ പേരിൽ ഒരു അധ്യായം അവതരിപ്പിച്ചത് മറിയം ബീവിയാണ്. നിങ്ങൾ ആലോചിക്കണം, ഈസാ നബിയുടെ ഉമ്മ മറിയം ബീവിയുടെ പേരിൽ ഒരു അധ്യായം അവതരിപ്പിച്ച വേദഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. വേറെ സൂറത്ത് ഫാത്തിമ നിങ്ങൾ കണ്ടോ? സൂറത്ത് ഖദീജ ബീവിയാണല്ലോ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന പശ്ചാത്തലത്തിൽ നബിതങ്ങൾക്ക് താങ്ങായി നിന്നത്. സൂറത്ത് ഖദീജ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? നബിതങ്ങളുടെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ. സൂറത്ത് ഫാത്തിമയുണ്ടോ? നബിതങ്ങളുടെ പ്രേമഭാജനമാണ് സയ്യിദത്തുന ആയിഷ. ഏതെങ്കിലും ഒരു അധ്യായത്തിന് ആയിഷ എന്ന സൂറയുണ്ടോ? ഇല്ല. ഒരേ ഒരു അധ്യായം ഒരു സ്ത്രീയുടെ പേരിൽ ഉണ്ടെങ്കിൽ അത് മറിയം ബീവിയാണ്. 4 വര വരച്ചു അള്ളാന്റെ റസൂൽ. എന്നിട്ട് പറഞ്ഞു ഇത് ഖദീജ. 2ാമത്തെ വര ചൂണ്ടിയിട്ട് പറഞ്ഞു ഇത് ഫാത്തിമ. 3ാമത്തെ വര ചൂണ്ടിയിട്ട് പറഞ്ഞു ഇത് ആസിയ. 4ാമത്തെ വര ചൂണ്ടിയിട്ട് പറഞ്ഞു ഇത് മറിയം എന്ന് പറഞ്ഞാൽ ഈ 4 സ്ത്രീകളാണ് സകല സ്ത്രീകളുടെയും നേതൃത്വം. എവിടത്തെ? അള്ളാഹുവിന്റെ സ്വർഗത്തിൽ. അള്ളാന്റെ സ്വർഗത്തിൽ സ്ത്രീകൾക്ക് നേതാക്കന്മാരാരാ? കുടുംബശ്രീയുടെ പെണ്ണുങ്ങളല്ല, സെക്രട്ടറി അല്ല, അവരുടെ നേതാവാരാണ്? 4 നേതാക്കന്മാരെ സ്വർഗത്തില് സ്ത്രീകൾക്കുള്ളൂ. കാറ്റഗറിയാണ്, ഓരോ വിഭാഗമാണ്. യുവാക്കൾക്ക് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. ആലോചിച്ച് നോക്കൂ, ഈ മറിയം ബീവി റളിയല്ലാഹു അൻഹ എത്രത്തോളം വിശുദ്ധയായി പ്രഖ്യാപിച്ച വിശുദ്ധ ഖുർആൻ ലോകം മുഴുവനും സമ്മതിക്കുന്നു. ആ മറിയം ബീവി റളിയല്ലാഹു അൻഹ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് കേൾക്കണോ? മറിയം ബീവി വ്യഭിചാരിണിയാണ്, നമ്മുടെ നാടൻ ഭാഷയിൽ അല്ലാഹു കാക്കട്ടെ വേശ്യയാണ് എന്ന് പറയുന്ന ആകാശത്തിന്റെ താഴെ ഭൂമിക്ക് മുകളിൽ ഒരൊറ്റ കൗമേ ഉള്ളൂ. ആരെന്നറിയോ? ആരാ? ഇസ്രായേൽ പ്രതിനിധാനം ചെയ്യുന്ന ജൂത പിശാചുക്കൾ, ലോകം കണ്ട ഏറ്റവും വലിയ വർഗീയവാദികൾ, ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദികൾ, ഇസ്രായേൽ ജൂത പരിശകൾ. പറക്കത്തുണ്ടോ ആ മുഖത്ത് നോക്കിയ പന്നിയുടെ കോലമല്ലേ ഇസ്രായേലിന്റെ ആളുകൾ? പന്നിയുടെ കോലം. ഞാൻ പറയുന്ന ഭാഷ മാറ്റണം തോന്നിപ്പോകുന്നോ? പന്നി ഖുർആൻ പറഞ്ഞതാ ഖിൻസീർ എന്ന്. അതിന് മലയാളത്തിൽ പന്നി എന്ന് തന്നെ ഉള്ളൂ. ബഹുമാനപ്പെട്ട പന്നി എന്ന് പറയാൻ പറ്റൂലല്ലോ. നിങ്ങൾ ആ ഇസ്രായേൽ പട്ടാളത്തിന്റെ ഫോട്ടോ എടുത്തു. ഇതിന്റെ പേര് തീവ്രവാദിയാണെങ്കിൽ ഞാൻ ജയിലിൽ കിടക്കാൻ തയ്യാറാണ്. ഇസ്രായേലിനെ പന്നി എന്ന് വിളിച്ചതിന്റെ പേരിൽ ജയിലിൽ. നിങ്ങൾക്ക് പേടിയുണ്ടോ? എനിക്ക് പേടിയില്ല. നിങ്ങൾ കൈ ഒഴിഞ്ഞോളി. മൊയ്ലിയാർ എന്തോ എന്ന് പറഞ്ഞിട്ട് പോയി ഞങ്ങൾ ഉത്തരവാദിയല്ല, നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു, ഞാൻ ഏറ്റെടുത്തോളാം. കാണാൻ ബറക്കത്തുണ്ടോ? എന്ത് വൃത്തികെട്ട കോലമായത്. അതേസമയം നിങ്ങൾ നോക്ക്, ഫലസ്തീന്റെ മക്കളെ മുഖത്ത് നോക്കിയ പിന്നെ നമുക്ക് സൂര്യനും ചന്ദ്രനും നോക്കേണ്ടി വരൂല. അറബികൾ ഏറ്റവും സുന്ദരന്മാരാ ഫലസ്തീനികൾ. ഈ ജൂതന്മാരുണ്ടല്ലോ ഇപ്പോഴും പറയാണ്, ഞാൻ ഇനി മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു എന്നാൽ ബെന്യാമിൻ നെതന്യാഹുവിന്റെ ആളുകൾ ഇപ്പോഴും ജോ ബൈഡന്റെ ആളുകളെ കാണുമ്പോ പറയും നിങ്ങളുടെ നേതാവ് ഈസാ ജാരസന്ധരിയാണ്, മറിയം വ്യഭിചാരിണിയാണ് എന്ന് പറയും. അപ്പോഴും നമ്മളെന്താ പറയുന്നത്? നമ്മളെന്ന് പറഞ്ഞാൽ ഐ മീൻ ഗസ, ഫലസ്തീൻ, ഹമാസ്. അവരെന്താ പറയുന്നത്? മറിയം റളിയല്ലാഹു അൻഹ. അപ്പൊ മറിയം എന്ന് കേൾക്കുമ്പോ വ്യഭിചാരിണി എന്ന് പറയുന്ന ഇസ്രായേലികൾ, മറിയം എന്ന് കേൾക്കുമ്പോ അലൈഹസ്സലാം എന്നോ
റളിയല്ലാഹു അൻഹാ എന്ന് പറയുന്ന ഫലസ്തീനികളെ അടിക്കാൻ അമേരിക്ക കൂട്ടുനിൽക്കുന്നത് ജാരസന്ധി എന്ന് വിളിക്കുന്ന ഇസ്രായേലിനോടൊപ്പം. അതാ നമ്മൾ പറയുന്നത് ഇവനൊന്നും മനുഷ്യനല്ല. നിങ്ങളത് ആലോചിച്ച് നോക്കിയല്ലെങ്കിൽ ഹമാസിന്റെ മക്കളായി ഫലസ്തീന്റെ മക്കള് മറിയം എന്ന യുദ്ധത്തിനിടയിൽ വിളിച്ചു പറയണം. യുദ്ധത്തിനിടയിൽ മറിയം എന്ന് പറഞ്ഞാൽ അപ്പോഴും ഇസ്രായേൽ പറയും അമേരിക്കയാണ് വിമാനവാഹിനി കപ്പൽ കൊടുത്തത്, അമേരിക്കയാണ് ബോംബ് കൊടുക്കുന്നത്, അമേരിക്കയാണ് മിസൈൽ കൊടുക്കുന്നത്, അമേരിക്കയാണ് എല്ലാം കൊടുക്കുന്നത്. ഈ അമേരിക്കക്കാരന്റെ നേതാവായ അല്ലെങ്കിൽ ദൈവമായ യേശുവിന്റെ അമ്മയായ മറിയം എന്ന് പറയുമ്പോ ഇപ്പുറത്ത് അടികൊള്ളുന്ന ഫലസ്തീനി മക്കൾ വിളിക്കും റളിയല്ലാഹു അൻഹ, അടിക്കുന്ന ജൂതന്മാര് പറയും വ്യഭിചാരിണി. ആലോചിച്ച് നോക്കി നിങ്ങൾ. തിരിച്ചറിവുണ്ടവനൊക്കെ ബോധമുണ്ടോനൊക്കെ ബോധം വല്ലതുകൊണ്ടോ? ഞാൻ സാന്ദർഭികമായിട്ടൊന്ന് ഉണർത്തിയതാണ് എന്ന് മാത്രമേ ഉള്ളൂ. വീട് നിർത്തിയെന്ന് പറഞ്ഞെങ്കിലും 22 പേരെ കൊന്നു എന്നൊക്കെ പറയപ്പെടുന്നു. അള്ളാഹു നമ്മുടെ സമുദായത്തിന്റെ ഇസ്സത്തിനെ അള്ളാഹു കാത്തു സൂക്ഷിക്കപ്പെടുന്ന ഏറ്റവും വലിയ അടയാളമാകുന്ന ഖുദ്സ് അത് മുസ്ലിം ഉമ്മത്തിന്റെ കൈകളിൽ അള്ളാഹു തിരിച്ചു കൊടുക്കട്ടെ. ആത്മാർത്ഥമായി നമുക്ക് ദ്വാരക്കാം. ഞാൻ പറഞ്ഞു വന്ന വിഷയം മറിയം ബീവി റളിയല്ലാഹുവിന്റെ കൊതിച്ചു പോയി ഒന്ന് മരിച്ചെങ്കിലെന്ന്. പരീക്ഷണമെന്ന് നമ്മളും പറഞ്ഞു പോകും. ഒരു ഹദീസ് കേട്ടോ. ഇവിടെ നിങ്ങളുടെ ഖബർ എവിടെയാണ്? ഈ മഹല്ലാരുടെ പോത്തൻകോട, ചെറുവല്ലി, പോത്തൻകോടും ചെറുവല്ലി അടുത്തടുത്ത രണ്ട് മഹല്ലത്തുകളിലാണ് നിങ്ങളെ പൂർവികരെ അടക്കിയിട്ടുള്ളത്. നിങ്ങൾ ചിലപ്പോഴൊക്കെ നടന്ന് അതുവഴി പോകുമ്പോ നിങ്ങൾ അറിയാതെ പറഞ്ഞു പോയിട്ടുള്ളൊരു വാക്കുണ്ട്. എന്തെന്നറിയോ? ദീർഘവീക്ഷണത്തോടുകൂടി കാരുണ്യത്തിന്റെ പ്രവാചകൻ അത് പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ തർഹബു ദുനിയാ, ദുനിയാവ് അവസാനിക്കുകയില്ല, ദുനിയാവ് തീരുകയില്ല, ദുനിയാവ് പോവുകയില്ല, ലോകം അവസാനിക്കുകയില്ല, പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുകയില്ല, ദജ്ജാൽ വരികയില്ല, യജൂജ് മഅജൂജ് വരികയില്ല, ദാബത്തുൽ വരികയില്ല. പ്രിയപ്പെട്ടവരെ, തൗബയുടെ വാതിൽ അടയ്ക്കപ്പെടുകയില്ല. ഏതുവരെയും വരുമോ? ഒരു മനുഷ്യൻ ഒരു ഖബറിന്റെ അടുത്തോട് നടന്നു പോവുകയാണ്. ഇത് ഏതെങ്കിലും വാറോലയിലുള്ളതല്ല. സാക്ഷാൽ മുസ്ലിം എന്ന പരിശുദ്ധമായ ഹദീസ് ഗ്രന്ഥത്തില് അബൂ ഹുറൈറ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് തന്നെയാണ്. അംഗീകരിക്കുന്ന വിശുദ്ധമായ ഹദീസ് ഗ്രന്ഥമാണ് സഹീഹ് മുസ്ലിം. ആ മുസ്ലിം റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഒരു മനുഷ്യന് ഖബറിന്റെ അടുത്തോട് നടന്നു പോകുമ്പോൾ അവന് പറയുമത്രേ, യാ ലൈതനീ മകാന സാഹിബി ഹാദൽ ഖബരി, അല്ലാഹുവേ ഞാൻ ഇവനെ പോലെ ആയിരുന്നെങ്കിൽ കൊള്ളാമല്ലാ. മൈലാഞ്ചി ചെടിയുടെ ചുവട്ടിൽ കിടക്കുന്ന 2 മീസാങ്കല്ലിന്റെ ചുവട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ടിയിൽ കിടക്കുന്ന നമ്മുടെ പൂർവീകരെ കാണുമ്പോ, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് മരിച്ചുപോയവരെ കാണുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മളെ ഖബറിൽ കാണുമ്പോ അതിന്റെ അടുത്തോട് കടന്നു പോകുന്ന ഞാനും നിങ്ങളും പറഞ്ഞു പോകുമത്രേ, ഈ ഖബറിൽ കിടക്കുന്ന ആളിനെ പോലെ ഞാനുമായിരുന്നെങ്കിൽ തമ്പുരാനെ. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, ലൈസ ബിഹിദ്ദീ, ദീനിന്റെ വിഷയത്തിലല്ല ഇവന് പറയുന്നത്. ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും കള്ളിന്റെ പെണ്ണിന്റെ പിന്നാലെ പോകുന്നത് കണ്ടപ്പോ, പടച്ചവനെ നിന്റെ ദീന് നശിച്ചു പോവുകയാണല്ലോ എന്ന് ചിന്തിച്ചിട്ടല്ല അവന് പറയുന്നത്. പള്ളികളിൽ പോലും രാഷ്ട്രീയ കയ്യാങ്കളിയും നടക്കുന്നത് കാണുമ്പോ, പടച്ചവനെ നിന്റെ ദീന് ഇവിടം വരെ എത്തിയല്ലോ എന്ന് ചിന്തിച്ചിട്ടല്ല അവൻ അങ്ങനെ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് കളികളും തമാശകളും പെരുകിക്കൊണ്ടിരിക്കുമ്പോ, മഹാന്മാരുടെ ഉറൂസുകളിൽ പോലും മരണക്കിണറുകളും അതുപോലെ തന്നെ ഗാനമേളകളും വന്നുകൊണ്ടിരിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ സങ്കടം സഹിക്കാൻ കഴിയാതെ വേദനയോടെ അതിന്റെ അടുത്തിൽ വെച്ച് പടച്ചവനെ നിന്റെ മഹാന്മാരുടെ ഖബറുകളിൽ പോലും ഗാനമേള ആരംഭിച്ചിരിക്കുകയാ. അതിനെതിരെ ശക്തമായി പറയുന്ന ഇമാമിയങ്ങളെ കമ്മിറ്റിക്കാർ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാ. കമ്മിറ്റിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോ പലിശക്കാര് കള്ളുകൊട്ടന്മാര് കമ്മിറ്റിയിൽ ഭരണാധികാരികളായി പരിപാലകരായി കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോ, ഇതെന്തൊരു ലോകമാണ് അല്ലോ. മരിച്ചെങ്കിൽ കൊള്ളാം, ഇവൻ രക്ഷപ്പെട്ടു, ഇവനെ പോലെ ഞാൻ ഖബറിലായെങ്കിൽ കൊള്ളാമെന്ന് കൊതിക്കുന്നതല്ല. റസൂല് പറയുന്നു, വലൈസ ബിഹിദ്ദീ, ദീനിന്റെ പേരിലല്ല അവൻ അങ്ങനെ ആഗ്രഹിക്കുന്നത്. പിന്നെയോ ഇല്ലൽ ബലാ, അവൻ അനുഭവിക്കുന്ന പരീക്ഷണങ്ങളാണ്,
അവൻ നേരിടുന്ന പ്രതിസന്ധികളാണ്, ബുദ്ധിമുട്ടുകളാണ് അവനെ അങ്ങനെ പറയിപ്പിച്ചത്. ഒരുപക്ഷേ കഠിനമായ രോഗം കാരണമാ ക്യാൻസർ മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് 5 നേര നിസ്കാരമുള്ളൊരു മനുഷ്യനുണ്ട്, നല്ല നോമ്പ് പിടിക്കുന്ന മനുഷ്യരാ, ഒരുപാട് ദിക്ർ ചൊല്ലുന്ന ആളാ. അദ്ദേഹം കഠിനമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ സഹിക്കാൻ കഴിയാത്ത നിലയിൽ കഠിനമായ രോഗം ഒന്നിന് പിറകെ ഒന്നൊന്നായി വന്നുകൊണ്ടിരുന്നപ്പോൾ എന്റെ മുമ്പിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോകുമ്പോ അദ്ദേഹം എന്നോട് പറയുന്നു, ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഞാനും മെഡിസിൻ മുഴുവനും എടുത്ത് തിന്നിട്ടങ്ങും മരിച്ചാലോ എന്ന്. ാണ് എനിക്ക് അനുഭവിക്കുന്നത്. ഇത് പറയുന്ന ആളുകളുണ്ടല്ലോ, അവരാണ് ഏതെങ്കിലും കബറടക്കത്തിന് കബറിന്റെ അടുക്കലേക്ക് മക്കബറയിൽ പോകുമ്പോൾ അവിടെ നിന്നിട്ട് മരണപ്പെട്ടു പോയ മുൻഗാമികളെ കാണുമ്പോൾ അവരുടെ കബറിന്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നത്, നിങ്ങൾ രക്ഷപ്പെട്ടു, ഞങ്ങൾ വല്ലാത്ത അവസ്ഥയിലാണല്ലോ, വല്ലാത്ത പരീക്ഷണമാണ് നേരിടുന്നത് എന്ന് പറഞ്ഞു പോകുന്ന സാഹചര്യം വരുമെന്ന്. അല്ലെങ്കിൽ കടം വിട്ടു മൂടാനുള്ള കടം വരുമ്പോൾ മാനസികമായി തളർന്നു നിൽക്കുമ്പോ, കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുമ്പോ, സമൂഹത്തിൽ നിന്ന് അടച്ചാക്ഷേപിക്കപ്പെട്ടുകൊണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒറ്റപ്പെടുത്തിയിട്ട് അവനെ മാറ്റി നിർത്തുമ്പോ അവന് കബറുകളുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു പോകും, നിങ്ങൾ രക്ഷപ്പെട്ടു, ഞാനും ഇതുപോലെ മരിച്ച് കബറിലായെങ്കിലും ആ ഒരു സാഹചര്യം വരാതെ ലോകം അവസാനിക്കൂല. പൂലംബറക്കാരാ, നിങ്ങളിൽ ഒരാൾ ഇന്നേവരെ പോത്തങ്കോട് ഖബർസ്ഥാനിലോ ചെറുവല്യ ഖബർസ്ഥാനിലോ പോയിട്ട് നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞ ഞാൻ അടിവരയിട്ട് പറയാണ്, ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും നമ്മൾ അങ്ങനെ പറഞ്ഞു പോകുമെന്ന് ഇന്നേവരെ കളവ് പറയാത്ത, അസത്യത്തിന്റെ ലാഞ്ചനാതരങ്ങളിൽ നിന്ന് തമാശയ്ക്ക് പോലും അടർന്നു വീഴാത്ത ആമിനയുടെ പെങ്കക്കുടമേ അബ്ദുള്ളയുടെ പൊന്നുമോനെ ഷഫീഉൽ വറാ നബിയു സഖലൈനി ത്വഹ മുഹമ്മദ് മുസ്തഫ പറയാതെ ലോകം അവസാനിക്കൂല. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. അത് പറയാതെ ലോകം അവസാനിക്കൂല. കാരണം നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദന വരുമ്പോ, മനസ്സ് തളർന്നു പോകുമ്പോ, നമ്മൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോ നമ്മൾ ഖബറിന്റെ അടുത്ത് എന്നിട്ട് പറയും, ഓ ഇടയ്ക്ക് എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, കോവിഡ് വന്നപ്പോ എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ വണ്ടിക്കകത്തിരുന്ന് ഇങ്ങനെ പലപ്പോഴും ഞങ്ങളുടെ ചില ഉസ്താദുമാരുടെ യാത്രയിൽ നമ്മൾ പറയാറുണ്ട്, എന്താണെന്നറിയോ, ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെയൊക്കെ മരണത്തിന്റെ കഥകൾ, കോവിഡിന് മുമ്പുള്ള ആ മരണത്തെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട്, അവരൊക്കെ രക്ഷപ്പെട്ടു. കോവിഡ് എന്ന് പറയുന്ന മാരകമായ രോഗം വരാതെ, മഹാവേദി പിടിപെടാതെ, മാറാവേദി മാറാതെ പിടിപെടാതെ അവരൊക്കെ നേരത്തെ പോയി രക്ഷപ്പെട്ട് ഈ ലോകത്തെ മുസീബത്തുകൾ ഒന്നും കാണണ്ടല്ലോ, ഇനിയിപ്പോ വരാൻ പോകുന്നു 2025 ആകുമ്പോ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തുമ്പോ പലപ്പോഴും പലരും ദുർബല ഈമാനുള്ളവരൊക്കെ പറയും, അല്ല നേരത്തെ മരിച്ചവരൊക്കെ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെ പുറക്കി എങ്ങോട്ടാ പോവുക. ഇതൊക്കെ പറഞ്ഞു പോകുന്നത് പരീക്ഷണങ്ങളുടെ പേരിലാണ്. നമ്മൾ അതേ ഭാഷ ലാംഗ്വേജിൽ പറയണമെന്നില്ല, അതിന്റെ ആശയം വരുന്ന വർത്തമാനം നമ്മൾ എന്നോ പറഞ്ഞു കഴിഞ്ഞു. മരിച്ചവരൊക്കെ രക്ഷപ്പെട്ടു, അവർക്ക് എങ്ങോട്ട് ഓടേണ്ടി വരൂലല്ലോ എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, അത്രയും വലിയ കഠിനമായ പരീക്ഷണങ്ങൾ വരാതെ എപ്പോഴും ദുആ ഇറക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാ എന്റെ വിഷയത്തിന്റെ മർമ്മമായ കാവല തേടേണ്ട 4 കാര്യങ്ങളിൽ 1, 2 ഞാൻ ചേർത്ത് പറയാം. ജഹദുൽ ബലാഉം ദർഖു ശഖാഉം, കടുത്ത പരീക്ഷണം, കനത്ത ദുരിതം, ഇത് രണ്ടും കൂടെ ഞാൻ ചേർത്ത് പറയാൻ. അതുകൊണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പലരും ആഗ്രഹിച്ചു പോകും, ഞങ്ങൾ മരിച്ചെങ്കിലെന്ന്. മറിയം ബിബി കൊതിച്ചതുപോലെ നമ്മൾ ഖബറിന്റെ അടുക്കലൂടെ പോകുമ്പോൾ ഇത് പറയാതെ മരിക്കാത്ത രീതിയിൽ പരീക്ഷണം അല്ലാഹ് തരുമെന്നാണ്. ഇതുവരെയുള്ള പരീക്ഷണങ്ങൾ ഒന്നുമല്ല. ആമന റസൂൽ നമ്മൾ ഓതുന്നുണ്ടല്ലോ ഖുർആനിലെ ആമന റസൂൽ, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്ത് ആമന റസൂൽ, അതൊക്കെ പഠിക്കണം. ആയത്തുൽ കുർസി പഠിക്കണം, ആമന റസൂൽ പഠിക്കണം, ലൗ അൻസൽന പഠിക്കണം, സൂറത്തുൽ മുൽക്ക് പഠിക്കണം, സൂറത്തുൽ വാഖിയ കാണാതെ പഠിക്കണം. ഇതൊക്കെ പഠിച്ചിട്ട് സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും സൂറത്തുൽ ഇഖ്ലാസും ഒക്കെ നമ്മൾ പഠിക്കണം. മൊത്തം പേര് ഹാഫിളാകാൻ നടക്കൂല. ഹാഫിളീങ്ങളാകാൻ വേണ്ടി എല്ലാവരും കൂടെ അങ്ങോട്ട് തുനിഞ്ഞാൽ നടക്കൂല. നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം ഓതിയ ഒരു ഖത്മ ഓതിയന്റെ കൂലി. ഇനി ആരെങ്കിലും 1000 രൂപ എന്നിട്ട് ഉസ്താദ് ഖത്ത് ഓതണെന്ന് പറഞ്ഞാൽ 3 ഖുൽഹുവല്ല ഓതിയാൻ കബൂലാക്കരുത്, അത് ഖത്ത് ആവൂല. 3 ഇഖ്ലാസ് ഓതി കഴിഞ്ഞാൽ ഖത്മ ചെയ്തത് പോലെയാണ്.
പോലെയാവുള്ളൂ, ആവൂല. പോലെയാകാൻ വേണ്ടിയിട്ട് ആ സൂറ നമ്മൾ പഠിക്കണം. അള്ളാഹുവിന്റെ ഏറ്റവും നല്ല സൗന്ദര്യം വർണ്ണിക്കുന്ന അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. ഫലക്കും നാസും എപ്പോഴും ഓതണം. മക്കൾക്കൊക്കെ ഇടയ്ക്കൊക്കെ ഓതിയിട്ട് തലയിൽ ഊതി കൊടുക്കണം. ഇനി ഊതുന്നതിനെ പറ്റി ഏവനോ എവിടെ കിടന്ന് എന്തോ പറഞ്ഞെന്ന് വെച്ചിട്ട് നമ്മളിനി ഊതാതിരിക്കണ്ട. നീ അടുപ്പിൽ ഊതിയ പ്രശ്നം പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക? അടുപ്പിൽ ഊതാതിരിക്കുവോ? അടുപ്പിൽ ഊതിയില്ലെങ്കിൽ നമ്മുടെ വയറിൽ കാറ്റ് കയറും. പിന്നെ ഇപ്പൊ ആലുവ അടുപ്പായതുകൊണ്ട് കുഴപ്പമില്ല. ഊതയും വേണ്ട, പുകയില്ല. അസില് നഷ്ടപ്പെട്ടൊരു സാധനമാണ് ഈ ആലുവ അടുപ്പ്. അസിലെന്താണ്? പുക ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ ആലുവേന്ന് അങ്ങനെ കുറെ ഇറങ്ങുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറഞ്ഞു വന്ന വിഷയം നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ, കഠിനമായ പരീക്ഷണങ്ങൾ പേമാരി പോലെ പെയ്തിറങ്ങുമ്പോ നമ്മൾ മരണത്തെ പോലും കൊതിച്ചു പോകും. എന്നാൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ആമന റസൂലുവിൽ ഒരു ഭാഗം, ഒരു ശകലം ഉണ്ട്. എന്താണെന്നറിയോ? ആമന റസൂൽ നമ്മൾ കൃത്യമായി പഠിക്കണം. മക്കളെ കൊണ്ട് കാണാതെ പഠിപ്പിക്കണം. എന്നിട്ട് എല്ലാ ദിവസവും ഓദിപ്പിക്കണം. എന്റെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി ഹസ്രത്ത്, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, എന്റെ ജീവിച്ചിരിക്കുന്ന വലിയ മഹാന്മാരിൽ ഒരു വലിയ ആശിഖായ മഹാനാണ്, ആശിഖ് റസൂലായ മഹാനാണ്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ശിഷ്യഗണങ്ങളുള്ള വലിയ ഒരു മഹാമനുഷ്യൻ. ജാമിഅ മന്നാനിയ യൂണിവേഴ്സിറ്റിയിലെ അഭിവന്യനായ അമരക്കാരൻ ബഹുമാനപ്പെട്ട ശൈഖുന മമ്മിക്കുട്ടി ഹസ്രത്ത് എനിക്കൊരു വലിയ മുസീബത്തും പ്രയാസമൊക്കെ വന്ന സമയത്ത് എന്നോട് പറഞ്ഞു, മരിക്കുന്ന സമയം വരെ, എത്ര ദിവസത്തുള്ളതല്ല, കിടക്കുന്നതിന് മുമ്പ് 7 ആമന റസൂൽ ഓതിയിട്ടേ കിടക്കാൻ പാടുള്ളൂ. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഉറങ്ങുമെങ്കിൽ, രാത്രി ഉറങ്ങുമെങ്കിൽ, രാത്രി കിടക്കുകയോ ഉറങ്ങുകയോ ചെയ്യുമെങ്കിൽ ഞാൻ അത് ഇന്ന് വരെ ഒരു രാത്രി പോലും ഓതാതെ ഞാൻ ഇരുന്നിട്ടില്ല. ആ ആമന റസൂലിന്റെ ഒരു ഭാഗം എന്താണെന്നറിയോ? വലിയ അർത്ഥമാണ് അതിനുള്ളത്. അതിലൊരു ഭാഗം നമ്മൾ ദ്വാരക്കുന്നത്, റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ. പടച്ചവനെ, ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തത് ഞങ്ങളെ മേൽ വെച്ച് കെട്ടല്ലേ അല്ലാ. വെറുതെ ആമന റസൂൽ ഓടിവിട്ട് പോയാൽ പോരാ, അതിന്റെ അർത്ഥം കൂടെ പഠിക്കണേ പ്രിയപ്പെട്ട സഹോദരിമാരെ. അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി, ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തത് ഞങ്ങളെ തലയിൽ വെച്ച് കെട്ടല്ലേ അല്ലാ. ഞങ്ങളുടെ നേരെ നീ ഒരിക്കൽ പോലും താങ്ങാൻ പറ്റാത്തത് തരല്ലേ പടച്ചവനെ. ഇത് ആമന റസൂലിനകത്തുള്ളൊരു കാര്യമാണ്. അത്രയും ദുആയാണ്. നമുക്ക് താങ്ങാൻ പറ്റാത്തത് എന്തെങ്കിലും വന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ തളർന്നു പോകും, മരണത്തെ കൊതിച്ചു പോകും. അത്രയും വലിയ പരീക്ഷണങ്ങൾ വരും. ഇല്ലാതെ ലോകം അവസാനിക്കില്ല. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, കാവല തേടിക്കോ. അപ്പൊ ചില ആളുകൾ പറയും, ഞങ്ങൾ മരിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. അത് തെറ്റാണോ? തെറ്റാണ്. നിങ്ങൾ ഗൗരവത്തിൽ കേൾക്കണം. ഒരാള് മരണത്തെ കൊതിക്കാൻ പാടില്ല. ശക്തമായ നിരോധനമുള്ള ഒരു കാര്യമാണ്. മക്കളുടെ സ്വഭാവ ദൂഷ്യം കാണുമ്പോ, മക്കളുടെ സ്വഭാവ വൈകൃതങ്ങൾ കാണുമ്പോ, ഏത് മക്കളാണ് ഇപ്പൊ നമുക്ക് അനുസരിക്കുന്ന മക്കളായിട്ടുള്ളത്? ചിന്തിച്ചു നോക്ക്. മാതാപിതാക്കൾ കണ്ണീരിലാണ് ഇപ്പോ. കാരണം മക്കൾ പറഞ്ഞാൽ അനുസരിക്കാത്തൊരു ലോകം. ഒന്ന് ഉറക്കെ സംസാരിച്ചാൽ അവര് തിരിച്ച് അതേപോലെ സംസാരിക്കുന്ന ലോകം. ഒരു അടി കൊടുത്താൽ ചിലപ്പോ തിരിച്ചടിക്കുന്ന ലോകം. അല്ലെങ്കിൽ കഥകടച്ചിട്ട് കയറ് കഴുത്തിലിട്ടിട്ട് തൂങ്ങിച്ചാവുന്ന ലോകം. 1.25 ലക്ഷത്തിന്റെ ബൈക്ക് വാങ്ങിക്കൊടുക്കാത്തതിന്റെ പേരില് കയറുന്നു, കഥക് വലിച്ചടയ്ക്കുന്നു. വാപ്പ കരുതിയതെന്താ? കിടക്കട്ട് കുറെ നേരം കഴിയുമ്പോ വിശക്കുമ്പോ വെളിയിൽ ഇറങ്ങുന്നില്ല. വിളിച്ചിട്ട് അനക്കമില്ല. കഥക് ചവിട്ടി തുറക്കുമ്പോ ഫാനിൽ തൂങ്ങി നിൽക്കുക. മണിക്കൂർ കഴിഞ്ഞു. എന്താ കാരണം? 1.25 ലക്ഷത്തിന്റെ ബൈക്ക് വാങ്ങിക്കൊടുത്തില്ല. എന്തൊരു കാരണമാണ്. ഒരു നിമിഷത്തെ നമ്മുടെ ആ ഒരു മനസ്സിന്റെ താളം തെറ്റുമ്പോൾ പലരും ആഗ്രഹിച്ചു പോകും. ഇതൊക്കെ കേൾക്കുമ്പോ കാണുമ്പോ, അല്ലാഹ്, ഇത് കാണാതെ കേൾക്കാതെ അങ്ങ് മരിക്കണ തന്നെ നല്ലത്. അങ്ങനെ പറയരുത്. എന്ത് പ്രയാസം നിങ്ങൾക്ക് വന്നാലും മരണത്തെ കൊതിക്കരുത്. എന്നാൽ മരണത്തെ കൊതിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതെപ്പോഴെന്നറിയോ? പരീക്ഷണം വരുമ്പോ മരണത്തെ കൊതിക്കരുത്. എന്നാൽ മരണത്തെ കൊതിക്കേണ്ട ഒരു പരീക്ഷണമുണ്ട്. അത് ഞാൻ പറയാം ലാസ്റ്റ്. മരണത്തെ കൊതിക്കരുത്. ആദരവായ റസൂലുള്ള പറയുകയാണ്, لا يتمنين أحدكم الموت لورٍ النساب.
അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നിങ്ങൾക്ക് വരുന്ന വിപത്തിന്റെ പേരിൽ മരണത്തെ കൊതിക്കരുത്, മരണത്തെ ആഗ്രഹിക്കരുത്. ആ സമയത്ത് ചിലർക്കെങ്കിലും ചോദിക്കേണ്ടി വരും, ഉസ്താദേ, അല്ലെങ്കിൽ പ്രിയപ്പെട്ട പ്രവാചകനോട് സഹാബത്ത് ചോദിച്ചിട്ടുണ്ടാകാം, അങ്ങനെ ഒരു സാഹചര്യം വന്നാ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? കഠിനമായ പരീക്ഷണങ്ങൾ വരുമ്പോൾ താങ്ങാൻ പറ്റാതെ വരുന്ന സമയത്ത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവിടെയും വിശാലമായ വീക്ഷണമുള്ള വിശുദ്ധമായ ഇസ്ലാമിന്റെ സന്ദേശം എന്തെന്നറിയോ? താങ്ങാൻ പറ്റാത്ത വേദനകൾ നിങ്ങളെ തുടരെ വന്നുകൊണ്ടിരിക്കുമ്പോ മരണത്തെ നിങ്ങൾ കൊതിക്കരുത്. അങ്ങനെ മരണത്തെ കൊതിക്കേണ്ടി വരുന്നൊരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായ ഫല്യത്തുള്ളവന് പറയേണ്ടത് എന്തെന്നറിയോ? അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലീ വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലീ. പടച്ചവനെ, ജീവിതമാണ് എനിക്ക് ഖൈറെങ്കിൽ നീ എന്നെ ജീവിപ്പിക്കണേ അല്ലാ, അതല്ല മരണമാണ് ഖൈറെങ്കിൽ എന്നെ മരിപ്പിക്കണേ അല്ലാ. ജീവിതമാണ് ഖൈറെങ്കിൽ നീ എന്നെ ജീവിപ്പിക്കണേ അല്ലാ. പ്രതിസന്ധികളും വിഷമങ്ങളും മാറ്റിയിട്ട് നല്ല സന്തോഷവും സലാമത്തും തരണേ അല്ലാ, അതല്ല മരണമാണ് ഖൈറെങ്കിൽ എന്റെ ഈമാനോടെ മരിപ്പിക്കണേ അല്ലാ. ഇങ്ങനെയല്ലാതെ പറയല്ലേ പ്രിയപ്പെട്ട പെങ്ങളെ. മക്കൾ തലതിരിഞ്ഞു പോകുമ്പോ, ഭർത്താവ് രോഗത്തിന്റെ കാടിനിടയിൽ കിടന്ന് സങ്കടപ്പെടുമ്പോ, നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദനകൾ വന്നുകൊണ്ടിരിക്കുമ്പോ, കടം വന്ന് മൂടിക്കൊണ്ടിരിക്കുമ്പോ മരണത്തെ കുതിക്കല്ലേ. പകരം നമ്മൾ പറയേണ്ടതെന്തെന്നറിയോ? അല്ലാഹുവേ, ഖൈർ ജീവിച്ചിരിക്കലാണെങ്കിലോ ഇതിൽ നിന്നൊക്കെ എന്നെ രക്ഷപ്പെടുത്തി നീ എന്നെ ജീവിപ്പിക്കണേ അല്ലാ, അതല്ല മരണമാണ് ഖൈറെങ്കിലോ എന്ന് പെട്ടെന്ന് ഈമാനോടെ മരിപ്പിക്കണേ അല്ലാ. ഇതല്ലാതെ സഹോദരങ്ങളെ, വിപത്തുകൾ വരുമ്പോൾ മരണത്തെ കുറിക്കാൻ പാടില്ലെന്നാ. എന്നാൽ ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞ സഹീഹ് മുസ്ലിമിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ബോധ്യപ്പെടുത്താതെ പോകുന്നത് ശരിയല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണെന്നറിയോ? ഈ പറയുന്നത് അതീവ ഗൗരവത്തോടെ പ്രിയപ്പെട്ടവരെ നമ്മൾ കേൾക്കണേ. ഒരു വിപത്ത് നമുക്ക് വരുമ്പോൾ മരണത്തെ കൊതിക്കാൻ പാടില്ല, പരീക്ഷണം വരുമ്പോൾ മരണത്തെ കൊതിക്കാൻ പാടില്ല. അങ്ങനെ പറയേണ്ടി വന്നാൽ, കൊതിക്കേണ്ടി വന്നാൽ പറയേണ്ടത് ഖൈർ ഏതാണത് നീ നടത്തി തരണേ തമ്പുരാനെ എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ.